നാത്തൂന് എന്താ അറിയാന്ന് പറഞ്ഞോണ്ടാ. ഇവള് എന്നോട് ചെയ്ത ദ്രോഹങ്ങൾക്കൊന്നുമല്ലോ ഞാൻ മരിച്ചാലൊന്നും മറക്കത്തൊന്നുമില്ല. ഞാൻ ഇങ്ങനെയാകാൻ കാണാൻ തന്നെ ഇവള്. എന്തായാലും ഉമ്മ, ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഒരു കുഴപ്പം കൂടെ ഉണ്ട്. അതിനിപ്പോൾ എന്ത് ചെയ്യുമെന്നാ. എന്ത് കുഴപ്പം? ഈ ബാംഗ്ലൂരിലുള്ള അവരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വാ തുറന്നുണ്ടല്ലോ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കത്തുള്ളൂ. കഷ്ടിച്ചാണ് അവരുടെ വായിൽ നിന്നൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ തെന്നി മറിഞ്ഞു പോകുന്നത്. അവിടുത്തെ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ഉണ്ടല്ലോ ഇംഗ്ലീഷിൽ സംസാരിക്കത്തുള്ളൂ. ഞാൻ അത് കേൾക്കുമ്പോഴാണ് ഒരു വിഷമം. അവരോടൊക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെല്ലാം പാടുപെടുന്നതെന്നറിയാവോ. ഇനി എന്താവുമെന്നാ എൻ്റെ ഒരു. പഠിക്കാൻ വിട്ട സമയത്തേ പഠിക്കണമായിരുന്നു. അല്ലാതെ കറങ്ങി നടന്നാലേ ഇതായിരിക്കും അവസ്ഥ. പഠിച്ചായിരുന്നെങ്കിൽ ഇപ്പം നിനക്കും അവരുടെ മുന്നിൽ പിടിച്ച് നിൽക്കാമായിരുന്നല്ലോ. പഠിത്തം വല്ലച്ചാലുള്ള 10ാം ക്ലാസ് ഒന്ന് കടിഞ്ഞുകൂടിയെന്ന് വേണം പറയാനായിട്ട്. എൻ്റെ പൊന്നെ, സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ടീച്ചർമാരുടെ പരാതിയാണ് മൊത്തം. പഠിക്കത്തില്ലെന്നേ ഉള്ളൂ. നേരെ ചൊവ്വേ സ്കൂളിലും കാണാൻ പോകത്തൂല്ല. എന്നും കൊന്നും പ്രശ്നം. ഈ മീറ്റിങ്ങിനൊക്കെ വെച്ച് തന്നാലുണ്ടല്ലോ ഞാൻ നാണം കെട്ട് പോകത്തേ ഉള്ളൂ. സത്യമുണ്ടോ? എനിക്കിവിടെ സ്കൂളിലെ മീറ്റിംഗ് എന്ന് പറയുമ്പോഴേ ഞാൻ പോകത്തില്ല. കാരണം നാണം കെടാനല്ലേ പോകുന്നത്. ഏതെങ്കിലും ഒരു വിഷയത്തിനുള്ളിൽ ജയിക്കുമോ? അതിന് ഒരുപാട് ഞാൻ അനുഭവിച്ചു ഇവളെ കൊണ്ട് സ്കൂളിൽ. പിന്നെ അങ്ങ് പഠിപ്പിച്ചെന്നേ ഉള്ളൂ. 10ാം ക്ലാസ് വരെ ഒന്നങ്ങ് പഠിപ്പിച്ച് ചോദിക്കുമ്പോൾ പറയല്ലേ 10ാം ക്ലാസ് എങ്ങനെ കഴിഞ്ഞെന്ന്. പിന്നെ അതിനും കൂടെ ഉണ്ടായിരുന്നു അവന്. പിന്നെ അവൻ്റെ അതിനൊക്കെ പോകുമ്പോഴാണ് ഒരു സമാധാനം. ടീച്ചർമാരൊന്നും അവനെ പറ്റി ഒന്നും കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല. പഠിക്കാനും അവൻ മോശമൊന്നും അല്ലായിരുന്നു. ഇവിടെ കാര്യം ഓർക്കുമ്പോഴാണ്. ഇപ്പം നമുക്ക് നാണക്കേടേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഇപ്പം എനിക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് വിദ്യാഭ്യാസം ഉണ്ടല്ലോ. അതുകൊണ്ട് നല്ല ജോലി കൊണ്ട് ഞാൻ നല്ല അന്തസ്സായിട്ട് തന്നെ ജീവിക്കുന്നുമുണ്ട്. ഇവിടെ ഓരോരുത്തർ പഠിച്ചിട്ട് എന്തായി? ഇപ്പോഴും അടുക്കളയ്ക്കകത്ത് കിടക്കുമല്ലേ. അവർക്കും ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. മതി നിർത്ത്. അവൾ ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്. അവൾക്ക് ജോലി കിട്ടി അവൾ ജോലിക്ക് പൊക്കോളും. അവൾക്ക് ജോലി വേണം. അത് അവൾ പഠിച്ച ജോലിയൊക്കെ എന്തായാലും അവൾക്ക് കിട്ടണം. അതുവരെ അവൾ ശ്രമിക്കുന്നുണ്ട്. അല്ലാതെ ഞാൻ അവളെ അടുക്കളയിൽ അമ്മയ്ക്ക് ഇട്ടിരിക്കുകയല്ല കേട്ടാ. അയ്യ. ഓ, മരുമോളെ പറഞ്ഞത് അങ്ങോട്ട് പിടിച്ചില്ല. ആരാ നോക്കിയ മോളെ അത്? ആ, ഞാനൊന്ന് നോക്കട്ടെ. ഞാനിപ്പോൾ പുതിയൊരു റൂട്ടിലാണ് വന്നിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് ഞാനങ്ങോട്ട് വിളിക്കാം. ആ, ശരി. ആരാ? കച്ചവടത്തിനായിട്ട് വന്നതാ. എൻ്റെ കയ്യിൽ ചുരിദാർ ടോപ്പും നല്ല നൈറ്റിയും ഷാളും ഒക്കെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഏരിയയിലൊക്കെ വരുന്നതേ. അപ്പോൾ ഒന്ന് നോക്കാവോ? ആരാ മോള്? അമ്മ, പിന്നെ നല്ല നൈറ്റിയും ഷാളും ഒക്കെ ഉണ്ട്. ഉമ്മക്ക് പറ്റിയ നൈറ്റിയും ഷാളും ഒക്കെ ഉണ്ട്. കാണിക്കട്ടെ? ഓ കൊച്ചേ, ഒന്നും വേണ്ട. പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇപ്പം അധികം നാളൊന്നും ആയിട്ടില്ലല്ലോ. എടുത്തതൊക്കെ ഇരിക്കുക. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പം എന്തിനാ തുണിയൊന്നും. ഇപ്പം ഒന്നും വേണ്ട. ഈ പിള്ള നല്ല പരിചയമുണ്ടല്ലോ. കാണാൻ വഴിയാണ് കാണത്തില്ല. ഞാനിവിടെ ആദ്യമായിട്ടാണ് ഈ റൂട്ടൊക്കെ പിടിക്കുന്നത്. അപ്പോൾ കുറച്ചായി ഇവിടെ ഇങ്ങനെ വരണമെന്നൊക്കെ വിചാരിക്കുന്നത്. മറ്റുള്ള റൂട്ടിലൊക്കെ പോയിട്ട് വലിയ കച്ചവടമൊന്നും ഇല്ല. അപ്പം പുതിയ ഏരിയ കണ്ടുപിടിച്ചതാ. ഞാൻ അതാ കാണാൻ വഴിയില്ലെന്ന് പറഞ്ഞത്. അല്ല, നല്ല മുഖപരിചയമുണ്ട്. എൻ്റെ കൂടെ പഠിച്ച സുമയുടെ ഒക്കെ ഒരു കട്ടുണ്ട് നിങ്ങൾക്ക്. അതാ ചോദിച്ചത്. ഓ അതെ, ഞാൻ സുമയാണ്. പക്ഷെ എനിക്കങ്ങോട്ട് മനസ്സിലായില്ല. ആ, 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയൊക്കെ ലാസ്റ്റ് ബെഞ്ചിലിരുന്ന് ഓർക്കുന്നുണ്ടോ? അജീന, റീന മാത്യു, മഞ്ജു, ഞാൻ. ഞങ്ങൾ ഇത്രയും പേരായിരുന്നു ആ ലാസ്റ്റ് ബെഞ്ചിൽ. ഇപ്പോൾ ഓർമ്മയാണോ? ഓ, ഇപ്പോൾ ഓർമ്മയുണ്ട്. മനസ്സിലായി. ഇത് നിൻ്റെ വീടാണോ? ഇതെൻ്റെ വീടാണ്. പക്ഷേ ടീച്ചർ പറഞ്ഞതുപോലെ നീ നല്ല നിലയിൽ എത്തിയല്ലോ. നല്ല വിദ്യാഭ്യാസവും നല്ല ജോലിയും ഒക്കെയാണല്ലോ കിട്ടിയിരിക്കുന്നത്. ഇതാണോ നിൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ? വീടാന്തോറും വീട് കയറിയില്ലേ ബാഗും തൂക്കിപ്പിടിച്ച് തുണി വിൽക്കാനായിട്ട് കിടക്കുന്നതും. ഇതാണോ നിൻ്റെ നല്ല ജീവിതമൊക്കെ? അന്ന് ഞങ്ങളൊക്കെ ഒരുപാട് പുച്ഛിച്ചേ വന്നല്ലോ നീ. എന്ത് വടി പറയുന്നേ? ചുമ്മാതി. ഓ പോട്ടെ, നീ അതൊക്കെ നോക്കിയിരിക്കുവാണോ? നിനക്കെന്ത് സംഭവിച്ചു? എനിക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. എനിക്ക് നല്ലൊരു ജീവിതം കിട്ടിയില്ലേ. നീ പഠിത്തത്തിൽ മോശമാണെങ്കിലും അവൾക്ക് ജീവിതം നല്ലത് കിട്ടി. നീ അവളെ നോക്ക്. അവൾ പഠിച്ചപ്പോൾ എന്തെങ്കിലും നല്ല നിലയിലെത്തി? ഇല്ലല്ലോ. കണ്ടില്ലേ, വീടും തോറും ഇങ്ങനെ ബാഗും തൂക്കിക്കൊണ്ട് നടക്കുകയല്ലേ.
അതുകൊണ്ട് ഇപ്പം നീ എന്തിനാ അതൊക്കെ സംസാരിക്കുന്നത്? അതൊക്കെ കള. വേറെ പണിയില്ലാഞ്ഞിട്ട്. നാത്തൂന് എന്തറിയാന്ന് പറഞ്ഞോണ്ടാ? ഇവള് എന്നോട് ചെയ്ത ദ്രോഹങ്ങൾക്കൊന്നുമല്ലോ ഞാൻ മരിച്ചാലൊന്നും മറക്കത്തൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ആകാൻ കാണാൻ തന്നെ ഇവൾ ഒറ്റ ഒരുത്തി കാരണമാണ്. അവള് വല്ല പഠിക്കുന്ന ആളാന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഞങ്ങളെ വെറും പുച്ഛത്തോടെയാണ് കണ്ടിട്ടുള്ളത്. എന്നും ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് അടി മേടിച്ച് തരും. അവൾ ടെസ്റ്റ് പേപ്പറൊക്കെ ഇടുന്ന സമയത്തുണ്ടല്ലോ അവൾ കോപ്പി അടിച്ച് എഴുതിയിട്ട് ഞങ്ങളുടെ പേരിലിടുമായിരുന്നു. അങ്ങനെ ചില്ലറ ടീച്ചർമാർക്കൊന്നും ഞങ്ങൾ പഠിക്കാത്ത പിള്ളേരുടെ വാക്കിനൊന്നും വിലയില്ലല്ലോ. പഠിക്കുന്ന പിള്ളേരുടെ വാക്കിനല്ലേ വിലയുള്ളൂ. അങ്ങനെയൊക്കെ ഒരുപാട് ഇവള് ദ്രോഹം ചെയ്തിട്ടുണ്ട്. ടീച്ചറിൻ്റെയൊക്കെ പുന്നാര മോളായിരുന്നു ഇവള്. ഞങ്ങൾ വെറും പുഴുക്കളെ പോലെ. അതുകൊണ്ട് എനിക്ക് പഠിക്കണം തന്നെ ഒരു ആഗ്രഹം എനിക്കില്ലായിരുന്നു. അങ്ങനെ എൻ്റെ മനസ്സ് മടുപ്പിച്ച് ഇപ്പോൾ ഒറ്റ ഒരുത്തിയാണ്. അതൊന്നും ഞാൻ മറക്കത്തൊന്നുമില്ല. അതൊക്കെ പോട്ടെടി, അതൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ എന്തെല്ലാം കാണിച്ചിട്ടുള്ളതാ. അതൊക്കെ ആ കണക്കിലങ്ങ് എടുത്താൽ പോലെ. നീ ഇപ്പോഴും അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണോ? തമാശ, ഭയങ്കര തമാശയാന്നല്ലോ. എൻ്റെ ഉമ്മായി വരെ ഇവള് ടീച്ചറിന് മുന്നിൽ കരയിപ്പിച്ചവളാ. എൻ്റെ ഉമ്മ വന്നപ്പോഴത്തേക്ക് ഇവൾ എന്തെല്ലാം പറഞ്ഞു കൊടുത്തതെന്നറിയാവോ? ഞാൻ ചെയ്യാത്ത തെറ്റ് വരെ ഇവള് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തമാശ. ശരിയാണ് എൻ്റെ മോള് പറഞ്ഞത്. ഇവള് ചില്ലറയൊന്നും അല്ല. പഠിക്കുന്ന സമയത്ത് ഇവളെ ഒരുപാട് കളിയാക്കിയിട്ടുള്ളതും ടീച്ചറെ മുന്നിൽ ഒരുപാട് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവള്. അന്ന് ഞാനും തലകുമ്പിട്ട് നിന്നിട്ടുണ്ട് ആ ടീച്ചർമാർ ഓരോന്ന് പറയുന്ന കേൾക്കുമ്പോൾ. അപ്പോൾ ടീച്ചർമാർക്ക് പൊന്നായിരുന്നു ഇവള്. അപ്പോൾ ആ വിഷമമാണ് അവളിപ്പോൾ പറഞ്ഞു തീർത്തത്. പല്ലച്ചാലും എൻ്റെ മോളെ 10ാം ക്ലാസ് ഒന്നും ഞാൻ കഴിച്ചു കൂട്ടി ഞാൻ. അല്ല, നീ പിന്നെ പഠിക്കാനൊന്നും പോയില്ലേ? നിൻ്റെ കല്യാണമൊന്നും കഴിഞ്ഞില്ലേ? കല്യാണമൊക്കെ കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ടിപ്പം 3 വർഷത്തോളമായി. ഒരു മോളും ഉണ്ട്. പിന്നെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു എൻ്റെ കല്യാണം. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു പഠിത്തമൊക്കെ കഴിഞ്ഞൊരു ജോലിയൊക്കെ മേടിച്ചിട്ട് മതിയായിരുന്നെന്ന്. അവരപ്പോൾ പറഞ്ഞു കല്യാണമൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ പഠിപ്പിക്കാം, ജോലിയൊക്കെ മേടിക്കാമെന്നൊക്കെ ആയിരുന്നു. പിന്നെ അവരുടെ രീതിയും ഒക്കെ മാറി. അവർക്ക് തുണിക്കടയൊക്കെ ആയിരുന്നു. ആൾ ഭയങ്കര വെള്ളമടിയൊക്കെ ആയിരുന്നു. അങ്ങനെ വെള്ളമടിച്ചെല്ലാം നശിപ്പിച്ച് ഇപ്പോൾ ബന്ധുവഴിയുന്ന ഒരു വക്കീൽ നിൽക്കുകയാണ്. പിന്നെ കുഞ്ഞിനെ നോക്കണമല്ലോ. പാപ്പ മരിച്ചിപ്പം 1 വർഷം കഴിഞ്ഞ്. ഇപ്പം ഞാനും ഉമ്മായി എൻ്റെ മോളും കൂടാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഞങ്ങൾക്കും ജീവിക്കണ്ടായി. അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയത് ഇതിനൊക്കെ. പഴയതൊന്നും എനിക്ക് മനസ്സിലൊന്നും ഞാൻ വെച്ചിട്ട് പോലുമില്ല. അത് അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടിയതാണ്. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഞാൻ വേദനിക്കുന്നുണ്ട്. എന്തായാലും മോളെ, നിൻ്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സങ്കടമൊക്കെ തന്നെ ഉണ്ട്. ഒരുപാട് അഹങ്കരിക്കരുതെന്നും ഇപ്പം മനസ്സിലായല്ലോ. എന്തായാലും മോളെ ഇപ്പോൾ സാധനമൊന്നും വേണ്ട, പിന്നെ ഒരിക്കലും മേടിക്കാം. തൽക്കാലം മോളിപ്പോൾ പോ കേട്ടാ. നീ എന്താ കാഴ്ച കാണാൻ നിൽക്കുമോ? മീൻ കയറിപ്പോ. മതി പറഞ്ഞതൊക്കെ. ഞാനെന്നാ പോട്ടെ. ഉമ്മായി അവൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേരെ. അവൾ പെട്ടെന്ന് നിങ്ങളെ കണ്ടപ്പോൾ ഉള്ളൊരു ആ വാക്കിലങ്ങ് പറഞ്ഞു പോയതാ. ആള് പാവമൊക്കെ തന്നെ. എന്തായാലും ഈ പ്രാവശ്യം ഒന്നും വേണ്ട, അടുത്ത പ്രാവശ്യം വരണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിച്ചോളാം കേട്ടോ. പിന്നെ ഈ പറഞ്ഞത് ഓർത്തൊന്നും വിഷമിക്കൊന്നും വേണ്ട. ഓരോരുത്തരുടെ സാഹചര്യം